മലയാളത്തിലെ ഉലകം ചുറ്റും വാലിബനായ ഒരു മോനെ, പാലക്കാരനൊരു ചായക്കുഞ്ഞ്, ദൈവം ഭൂമിയിൽ എന്ത് വാഴയ്ക്കായാ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ടൈറ്റിലൊക്കെ വെച്ച് എപ്പിസോഡുകൾ ഇറക്കി ആളുകളിൽ കൺഫ്യൂഷനിസം ഉണ്ടാക്കുന്നു എന്നെനിക്കൊരു സംശയം തോന്നിയുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കാനൊന്നുമല്ല, എല്ലാ മാനുഷിക ബഹുമാനങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. മോനെ, നിനക്ക് തോന്നല്ലേ അച്ചായ നിന്നെ കളിയാക്കുകയാണെന്ന്? നിന്നെ കളിയാക്കാനോ എന്നെ കളിയാക്കാനോ ഞാൻ ആളല്ല. കാരണം നീ ആരാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആരാന്നുള്ള അന്വേഷണത്തിലാണ് ഞാനിപ്പോഴും. എങ്കിലും മോൻ്റെ ചില പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ദൈവത്തെ കുഞ്ഞറിഞ്ഞില്ല, ഒരു ക്രിസ്തീയ ഫാമിലിയിൽ ജനിച്ചത് കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനും അങ്ങനെ ആയിരുന്നു. ഈശൻ ഉള്ളിലുണ്ടെന്നാരും പറഞ്ഞു തന്നില്ല പള്ളിയിൽ, പഠിപ്പുള്ളവരുണ്ടാകണ്ടേ ഗുരുക്കളാകാനെന്ന് അന്തം വിട്ട് ഞാൻ പിന്നെ കരഞ്ഞ് പറയുകയും ചെയ്തു. ദൈവം മനുഷ്യൻ്റെ ഉള്ളിലാണ്. അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിലുള്ളതിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ള ക്രിസ്തുവിൻ്റെ മത്തായിയുടെ 6:5 ഹൃദയസ്ഥമാക്കിയില്ലായിരുന്നു അന്ന്. അത് മനസ്സിൻ്റെ അറകളിലാണ്, ചിന്തകളുടെ ആഴങ്ങളിലാണ് അവനിരിക്കുന്നേ. ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുന്നവനവനാ, ചിന്തകളെ അവൻ തന്നെ, ചിന്തിക്കുന്നവൻ അവൻ തന്നെ. അങ്ങനെയൊക്കെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. അവൻ അവർണ്ണനീയനാണ്. നാക്കുകൊണ്ട് ഇതുകൊണ്ട് പറയാനൊക്കുന്ന ഒരു സാധനമല്ല ദൈവം. കാരണം അവൻ ആത്മാവാകുന്നു. ഈശാവാസവിധം സർവം എന്നിവർ കണ്ടുപിടിച്ചു, ക്രിസ്തുവും അത് കണ്ടുപിടിച്ചു. ബൈബിളിൻ്റെ പല കോണുകളിലും ഇതുണ്ട്. മോനതിനൊന്നും വായിക്കാൻ സമയം കിട്ടിയില്ല. കാരണം നിന്നെ സൺഡേ സ്കൂളിൽ വിട്ടു ഒതുക്കിക്കളഞ്ഞു നിൻ്റെ തന്തയും തള്ളയും. അവരെയും കുറ്റം പറയുന്നില്ല. അവരുടെ ട്രഡീഷണൽ വേ ഓഫ് ടീച്ചിങ് അതായിരുന്നു. കത്തനാരുടെ കസ്റ്റഡി മരണത്തിന് സ്വയം കർത്താവായിട്ട് ആളുകളിച്ച് നടക്കുന്ന വിവരദോഷി കത്തനാരന്മാരുടെ ശിക്ഷണത്തിലകപ്പെട്ട തലമുറകളിൽ അകപ്പെട്ടു പോയതാ മോനും. അതുകൊണ്ടാണ് ഈ ദുരന്തം വന്നത്. ഇതേണ്ടങ്ങ് തെക്ക് തിരുവനന്തപുരത്തിനടുത്ത് ചെമ്പഴന്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഈഴവ പയ്യൻ, അവൻ കവിത എഴുതാൻ തുടങ്ങി. അവൻ ദൈവത്തെ അറിഞ്ഞു. അവൻ്റെ വരികൾ മോനെ ഞാൻ കൺവീനിയൻ്റായിട്ട് പാടി കേൾപ്പിക്കാം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. കണ്ടോ, പോക്കുപോയി കണ്ടോ? അവനല്ലാതെ ഒന്നുമില്ല മോനെ ഇവിടെ, അവനേ ഉള്ളൂ. ഒരു കൂണ് ഇടിവെട്ടുമ്പം ഞങ്ങളുടെ താഴെ തുണ്ടിലൊക്കെ വിരിയും. ആ കൂണിന് എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടോ ഞാൻ എങ്ങ് വിരിഞ്ഞതാണെന്ന്? ഞാൻ ഭൂമിയുടെ അംശമായിട്ട് വിരിഞ്ഞതാ, ഭൂമിയിൽ നിന്ന് വിരിഞ്ഞതാ. ഈ ഭൂമിയാണ് എൻ്റെ അടിസ്ഥാനം. ഭൂമിയിലുള്ള ധാതുക്കളാണ് എന്നിലുള്ളത് തന്നെ. അതുപോലെ നീയും നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണതും അവിടെ കടന്ന് വികസിച്ചതും അതിനു മുമ്പേ അപ്പൻ്റെ രക്തത്തിൽ ചേർന്ന് പറ്റിയതും അവിടുന്ന് ബീജമായതും എല്ലാം കൂടെ മോൻ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഈ തോന്നിവാസം നിൻ്റെ ഈ യാത്രാലേഖനങ്ങളിലെ ദൈവത്തെ എടുത്ത് നാക്ക് വെക്കത്തില്ല. കാരണം ദൈവം നിൻ്റെ നാക്കിൽ ഒതുങ്ങുന്ന സാധനമല്ല. നീ ഒരു ക്യാമറയും കൊണ്ട് പോയി ലോകത്തിൻ്റെ ഓരോ മൂലയും മുക്കും മൂലയും ഒക്കെ പോയിട്ട് പടം പിടിച്ചുകൊണ്ട് വരുന്നു. അത് ഇന്നടത്തെ ഇന്നാരാ, അത് വിലമിടാ, ഇത് മറ്റേതാന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒന്നും നിനക്ക് അവകാശം തന്നിട്ടില്ല. എടുക്കാൻ നിനക്ക് അവസരവുമില്ല. എടുക്കാനുള്ള വിവരസാങ്കേതിക എൻ്റെ ചെറുക്കന് ഇതുവരെയും ദൈവം തന്നിട്ടില്ല. തന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വരത്തില്ലായിരുന്നു. നിൻ്റെ അത്രയും ലോകം കണ്ടവനല്ലേലും എയർലൈൻസിലെ ജോലി കാരണം 62 രാജ്യങ്ങൾ. എൻ്റെ മൂത്ത മോനെ 8 ദിവസം പ്രായമുള്ളപ്പോൾ ആംസ്റ്റർഡാം ഞാൻ ആദ്യം കേലമിൻ്റെ ട്രെയിനിങ്ങിന് പോകുന്നത്. അവനിപ്പോൾ 54 വയസ്സാവുന്നു. അത്രയൊക്കെ യാത്ര ചെയ്തവനാണ് ഞാനും. 62 രാജ്യങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ ക്യാമറ നോക്കിയെങ്കിൽ 82 അമേരിക്കയിൽ ആദ്യം പോകുമ്പോൾ 32 റോള് ഫിലിമാണ് ഞാൻ അന്ന് അടിച്ചു തീർത്തത്. അന്ന് ഫിലിമേ ഉള്ളൂ, ഇലക്ട്രോണിക്കും ഇതൊന്നുള്ള ഡിവൈസൊന്നും അന്നില്ല. 82 അന്ന് മുതലേ ഉള്ള ആൽബംസ് എല്ലാം എൻ്റെ വീട്ടിലുണ്ട്. മോനെന്തെങ്കിലും സൗകര്യമായിട്ട് കൂടുതൽ കലഞ്ഞൂർ വഴി വരുവാണെങ്കിൽ ഇറങ്ങാവും, ഞാൻ എൻ്റെ ആൽബംസ് എല്ലാം കാണിക്കാം. പുളിമാസ് അടിക്കുകയല്ല. എൻ്റെ പാസ്പോർട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ഏതെല്ലാം രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടെന്നും ഏതെല്ലാം കൊല്ലം പോയെന്നും എല്ലാം ഉണ്ട്. 22 വേൾഡ് ടൂർ നടത്തി. നിൻ്റെ കുട്ടി ഒരു തൊഴിലാക്കാൻ എനിക്കന്ന് ബുദ്ധിയില്ലായിരുന്നു.
എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അതിന് സമയവുമില്ലായിരുന്നു. പോട്ടെ, നിനക്ക് ദൈവം തന്നേക്കുന്ന ഒരു അവസരമാണ്, നിയോഗമാണ്. അത് മാനം മര്യാദയായിട്ട് ചെയ്തിട്ട് ദൈവം നിറഞ്ഞു നിൽക്കുന്ന നിൻ്റെ മനസ്സിനെ നീ അറിയാതെ, നിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ അറിയാതെ ദൈവം എന്നാ വാഴയ്ക്ക ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് രംബോക്കിത്തരമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിന്നെ ഞാൻ കളിയാക്കിയെന്ന് നീ പറയും. അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ മനുഷ്യരും കാലവും നിന്നെ അങ്ങനെ പറയും. അത് ഇടവരാതിരിക്കാൻ മോൻ ഈ പൊലമ്പ് വർത്താനം നിർത്തണം. അവൻ ചെയ്തതേ ഉള്ളൂ. നിൻ്റെ മനോഹരമായ കണ്ണുകളും നിൻ്റെ ഈ ശബ്ദവും നിൻ്റെ ഈ മികവും എല്ലാം അവൻ തന്നതേ ഉള്ളൂ. അവൻ തന്നതല്ലാതെ നിനക്കൊന്നുമില്ല. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. ആ ഉള്ളിലാകാത്ത പോയ SNDP-ക്കാരുടെ കൂട്ടേയുള്ള എൻ്റെ കൊച്ചുമോനെ നീയും. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക. ആരെ ഭയപ്പെടുക? നിന്നിലെ കോൺഷ്യസ്നെസ്സിനെ. നിന്നിൽ അറിയുന്നവനെന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ. ഇപ്പോൾ അവൻ നെഹളിയെ അറിയുന്നില്ല. ആ നെഹളം കഴിയുമ്പോഴേ നീ അറിയാൻ തുടങ്ങൂ. നിന്നിലെ ദൈവത്തെ നീ കണ്ടെത്തിയാൽ പിന്നെ നീ ചുപ് ചാപ്പാവും. നിൻ്റെ അലമ്പ് വർത്തമാനമേ നാക്ക് പറയത്തില്ല. നിനക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. എളിമയേ ഉള്ളൂ. എളിമയിൽ നിന്ന് ദൈവം തുടങ്ങുന്നത് തന്നെ. തണനിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണ ചെയ്യൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ദൈവം ശിക്ഷിക്കുന്ന കാര്യം നീ എന്തോന്നാ ദൈവത്തെ ആശാമ്പള്ളിക്കൂടത്തിലെ ചൂരൽ വെച്ചടിക്കുന്ന ആശാൻ്റെ കൂട്ടാന്നോ വെച്ചേക്കുന്നേ? അവൻ്റെ ശിക്ഷാവധി എങ്ങനെയാണെന്ന് വല്ലതും മോൻ അറിയാമോ? മോന് കിട്ടിയേക്കുന്ന പുസ്തകം വായിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബൈബിള്, ഖുറാൻ തൊട്ടിട്ടേ ഇല്ല. ഈ 2 പുസ്തകം വെച്ച് ലോകം മൊത്തം മുടിക്കാൻ നടക്കുന്ന 2 മതപ്പാർട്ടിയെക്കാട്ടിലും 1000-ലേറെ പുസ്തകം വെച്ച് ലോകത്തിന് നന്മ പറയുന്ന ഹിന്ദുയിസത്തിൻ്റെ ഒരു പുസ്തകം പോലും വേണ്ട, ഭഗവത്ഗീത 700 ശ്ലോകം പോലും മോൻ കണ്ണോടിച്ചിട്ടില്ല. ആദ്യമേ എൻ്റെ കൊച്ച് ഭഗവത്ഗീത ഒന്ന് പഠിക്കുക. 700 ശ്ലോകമേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അന്നേരം നിന്നെ നശിപ്പിക്കുന്ന ഈ മണ്ട് വർത്താനം നീ അങ്ങ് നിർത്തും. കാരണം ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത്. നീ തന്നെ നിന്നെ നരകത്തിലാക്കാതെ നിന്നെ ഒരു മിടുക്കൻ ചെറുക്കനായിട്ട് കാലത്തിന് നീ വെച്ചേച്ചു പോകും. അതുകൊണ്ട് ദൈവത്തെ വിട്ടുള്ള സഫാരി കളി എൻ്റെ കുഞ്ഞ് കളിച്ചാൽ മതി. അതാണ് നിനക്ക് നല്ലത്. ഇല്ലേ നീ കാലഹരണപ്പെട്ടു പോകും. കാലം നിന്നെ ഹരിക്കാതിരിക്കാൻ നീ കാലത്തിൽ വല്ലതും ചെയ്തതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ വിട്ടുപിടി. കാരണം ദൈവത്തെപ്പറ്റി നിനക്കൊരു പുട്ടും മനസ്സിലാവത്തുമില്ല. കാരണം നിനക്ക് എളിമയാണ് വേണ്ടി, അത് നിനക്കില്ല. നീ ക്യാമറയും കൊണ്ട് പോയി ലോകം എല്ലാം കണ്ടാണ്ട് ഒലത്തിയെന്നും പറഞ്ഞിരിക്കുക. അയ്യയ്യേ, അതിന് കൊളംബസോ, അയ്യോ, 2000 കൊല്ലം മുമ്പേ അവിടുന്ന് ഏതോ കപ്പലേലോ കരമാർഗമോ ഇവിടെ വന്ന് സനാതന മതം പഠിച്ച് അവിടെ ചെന്ന് ഞാനും പിതാവും ഒന്നാകുന്നെന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് ചേർക്കണോ? നമ്മളൊന്നുമല്ലടാ കുഞ്ഞേ. നിനക്ക് കിട്ടിയ കൊച്ചവസരം, ദൈവമേ നിനക്ക് സ്തുതി. ഓർത്തഡോക്സുകാരനും കത്തോലിക്കനും എല്ലാം കുർബാനക്രമത്തിലൊരു വാക്യമുണ്ടല്ലോ, കമ്മുക തുടങ്ങുന്ന ഇങ്ങനെയല്ലയോ? തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന. എത്രയോ വട്ടം നിന്നെ നാക്കി കൊണ്ടുവന്ന സാധനം. അവൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന. അത് ശാമുവേൽ കുള്ളച്ചായൻ കവിതയാക്കുമ്പോൾ ഗസലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കും. നിൻ സ്തുതികൾ പാടും രാഗമന്ത്ര ധ്വനിയാൽ. നിൻ സ്തുതികൾ പാടും രാഗമന്ത്ര ധ്വനിയാൽ. വനഭൂമിയകവേ സ്വരഗംഗയായി. ആ സ്വരഗംഗയുടെ താളലയങ്ങളിൽ ചലനങ്ങളുണ്ടാക്കുന്ന 80 കൊല്ലത്തേക്ക് മാത്രം ചലനങ്ങളുണ്ടാക്കുന്ന ഹ്രസ്വജീവികളാണ് നമ്മൾ. ഹ്രസ്വജീവികളാണ് നമ്മൾ. ആ ഒരു വലിയ അറിവിൽ എൻ്റെ ചെറുക്കൻ എത്തണം. കാലമാകുന്ന ഈ പ്രവാഹത്തിൽ നിനക്കുള്ള ടൈം ഫ്രാക്ഷൻ എത്ര? 1947 മാർച്ച് 1 മുതൽ 2020 ചില്ലുവാനത്തെ തീരുന്ന വിടുതീരുന്ന ഒരു കേസ് കേട്ടല്ലേ ഞാൻ. എൻ്റെ ശരീരം പക്ഷേ ഞാനുണ്ട്. ഞാൻ അനാദിയാണ്.
ഞാൻ അനാദിയ. അബ്രഹാമിന് മുമ്പേ ഞാനുണ്ടായിരുന്നു എന്ന് കർത്താവ് പുളിവാസ് അടിച്ചതല്ല. അങ്ങാർക്ക് ആ വിവരമുണ്ടായിരുന്നു. ഇവിടെ വന്നതുകൊണ്ട്, ഗീത പഠിച്ചതുകൊണ്ട്. ഞാൻ അനാദിയ. അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. ഞാൻ ദൈവത്തോടു കൂടിയായിരുന്നു. ഞാൻ ദൈവമായിരുന്നു. അതാ തത്വമസി ശബരിമല പറയുന്നേ. നിന്നിലെ നീ എന്ന ബോധം ദൈവമാടാ കുട്ടാ. ഒരിക്കൽ നിൻ മനസ്സിൽ ഞാൻ സുഷുപ്തിയിലായിരുന്നു, ഉണർത്തി നീ ജന്മമേകി ജഗത്തിൽ വിട്ടു. അങ്ങനെ ഒരു അനുപല്ലവി ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ നിൻ മനസ്സിൽ സുഷുപ്തി കിടന്നുറങ്ങിയ ഈ ശമൂവേൽ കൂടലിനെ ഉണർത്തി നീ ഈ ജന്മമേകി കൂടലി വിട്ടു, അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അയച്ചു. ഇഹത്തിലെ മായയിൽ ഞാൻ മതിച്ചേറെ, എന്നാകിലും തളരുവൻ ചേതനയെ തലോടുദേവാ. ആ അജ്ഞാതമായ ആ ചൈതന്യത്തോട് ഞാൻ ജീവൻ്റെ കണികകൾ, ചലനത്തിൻ്റെ തുടിപ്പുകൾ വീണ്ടും വീണ്ടും ഈ ജീവിതം സന്നാഹമാക്കാൻ വേണ്ടി ഇരന്നുകൊണ്ടിരിക്കുക. എന്തിനറിയാം? ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ ധൂളി നിന്നെ സ്തുതിക്കുമോ എന്ന് ദാവീദിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചോദിക്കാൻ. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാലേ, ഇന്നലെ ഞാൻ കുഴിയിലിറങ്ങിപ്പോയായിരുന്നേ ഇന്ന് നിനക്ക് നീ പറയുന്ന ഈ വൃത്തികേടിന് ആൻസർ തരാനൊക്കെ വരുന്നു യൂട്യൂബിൽ വെച്ച്. അനേകരെ നീ കൺവിൻസ് ചെയ്ത് നശിപ്പിക്കുമല്ലയോ. ദൈവം എന്നെ വാഴയ്ക്ക ചെയ്തെന്ന്. വാഴയ്ക്കായുടെ എസൻസിൽ നിന്ന് നിന്നെ ഉണ്ടാക്കിയല്ലോ, നിൻ്റെ തലമുറയെ ഉണ്ടാക്കിയല്ലോ. പിന്നെ ഒരു എന്തോ തിന്നുന്ന മത്തങ്ങ മാത്രം തിന്നിട്ടാന്നോ? വാഴയ്ക്കായുടെ തിന്നിട്ടാ നീ. ഏത്തവാഴ, പൂവമ്പാഴ, കദളി, ചെങ്കദളി, വാഴയിനത്തിൽ തന്നെ എത്ര എണ്ണം നിനക്ക് ഞണ്ണാൻ തന്നൂടെ? അത് ഭൂമിയല്ലേ തന്നത്, അവൻ്റെ ജീവനെയല്ലേ. അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴല്ലേ നെയ്യും ഉണ്ടായത്, പൂവമ്പഴവും ഉണ്ടായത്. അല്ല, ഒരു വിത്ത് കൊണ്ട് വെച്ചാൽ എങ്ങോട്ട് പൂവമ്പഴം ഉണ്ടാക്കാനെ കൊണ്ട് കർഷകൻ ഒക്കുമോനെ. അതുപോലെ നിണ ചേർത്തെന്ന് പറഞ്ഞ് നിന്നെ ഉണ്ടാക്കാൻ നിൻ്റെ മാതാപിതാക്കൾക്ക് ഒക്കുമോനെ. ഇതെല്ലാം അവൻ്റെ ഒരു സങ്കല്പ വികല്പങ്ങളും മനസ്സിൻ്റെ ഭാവനകളുമാണ്. ഉണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു, ഉണ്ടായി. അങ്ങനെ വരട്ടെ. സൂര്യൻ ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അവൻ്റെ കൽപ്പന വേണം. നീ കൽപ്പിതമാ. അത് തന്നെയുമല്ല, സൃഷ്ടിക്കുള്ള സാമഗ്രി അവൻ തന്നെ. നിന്റെ ഏത് ഭാഗമാണ് ദൈവത്തിൻ്റേത് അല്ലാത്തത് കുഞ്ഞേ? വേദോത്സവം വല്ലപ്പോഴും എങ്കിലും മറിച്ചു നോക്കിയായിരുന്നേ നീ കണ്ടേനെ. അതിനകത്ത് ശരോനിലെ പനിനീർപ്പൂക്കൾ ഞാനാകുന്നു, ഹെർമോനിലെ മഞ്ഞ് ഞാനാകുന്നു, താഴ്വാരങ്ങളിലെ താമരപ്പൂക്കൾ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഇത്രയേ സമവാക്യങ്ങൾ നിൻ്റെ അണ്ണാക്കിലൊന്ന് കയറി ഇറങ്ങിയാൽ നീ അങ്ങ് ശരിയാവും. പിന്നെ നീ ക്യാമറയും കൊണ്ടൊക്കെ നടക്കുക. പക്ഷേ കൺഫ്യൂഷൻ നാട്ടുകാർക്കുണ്ടാക്കുന്ന യാതൊരു ചെറ്റത്തിലും എൻ്റെ കുഞ്ഞും വില പറയരുത്. ഐ ലവ് യു ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഞാൻ ഹിന്ദുയിസം ആടി എൻ്റെ ജീവിതത്തിൽ എടുത്ത് ഞാൻ അവിടുത്തെ വിശ്വാസ സത്യങ്ങളിൽ അടിയുറച്ചു പോകാൻ കാരണം എൻ്റെ കർത്താവ് ഹിന്ദുവാണ്. ഉപദേശത്തുകളിൽ പറഞ്ഞതല്ലാതെ വേറെ ഒരു പുട്ടും എൻ്റെ കർത്താവ് മിണ്ടിയിട്ടില്ല. കാരണം നീ അതിന് ഉപദേശത്ത് പഠിക്കണ്ടേ? കർത്താവിനെ ഊശിയാക്കുന്ന ഈ സ്വയം കത്തനാരന്മാരെ, സ്വയം കർത്താക്കന്മാരെ, ഇവന്മാർ ഉപദേശത്തിൽ പഠിക്കണ്ടേ? ഗീത പഠിക്കണ്ടേ? സനാതന ധർമ്മബോധം എന്താണെന്ന് പഠിക്കണ്ടേ? ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള പഠിക്കണ്ടേ? എന്നാലല്ലേ നിനക്ക് ശത്രുവിനെ സ്നേഹിക്കാനൊക്കൂ. ചെറുക്കാം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനൊക്കൂ. അതുകൊണ്ടല്ലേ കൊഴ എന്ന് 2000 കൊല്ലമായിട്ട് ഒരുത്തനും പറ്റാത്തത് ഈ മുടിച്ച പരിപാടി. ശത്രുവിനെ സ്നേഹിക്കാൻ ഒക്കുന്നില്ല, അയൽക്കാരനെ സ്നേഹിക്കാൻ ഒക്കുന്നില്ല, തന്തയും തള്ളയെ സ്നേഹിക്കാൻ ഒക്കുന്നില്ല. ഈ എടി വനമേ, ജ്യേഷ്ഠൻ്റെ പെണ്ണുമ്പിള്ളെ ഊതിയലിച്ചെടുക്കുകയും ചെയ്യും, അനിയന്മാരെ വലയ്ക്കുകയും ചെയ്യും. അവിടുന്ന് അതിനെ അവൾ താറഴിച്ചുകൊണ്ട് വന്നത് വീട്ടിൽ നിന്ന്. അനിയന്മാരെ നോട്ടമിട്ടോണ്ടാ എത്രയോ വീടുകളിൽ. നിൻ്റെയൊക്കെ ഇടയിലല്ലേ ഉണ്ട് ഈ ചറ്റത്തരം. ഹിന്ദുക്കൾ തന്നെ ഹരിജനങ്ങളായാൽ പോലും എന്ത് മാനം മര്യാദയായിട്ട് ജീവിക്കുന്നു. മാപ്പിളയുടെ അത്രയും സാമൂഹിക ദുർനിമിത്തങ്ങളുള്ള വേറെ മതങ്ങളുണ്ടോ? അവസാനം കുമ്പസാര കൂട്ടിവെച്ച് പോലും പാപപരിഹാര ഹോമ ബലിയായിട്ട് കൂതാശ ചെയ്യുന്ന മോൻ്റെ മോൻ സെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവളെ വഷളാക്കിയിട്ട്
പിന്നെ അത് ഷെയറിങ് ആക്കുക, അല്ലയോ കത്തനാരന്മാർ കൂടി. അവളെ കിട്ടും, അവളെ കിട്ടും, അവളെ കിട്ടും, അടുത്ത കത്തനാർ കൊടുക്കുക. 3 കൊല്ലം കഴിയുമ്പം ഈ എംബോക്കുകൾ ട്രാൻസ്ഫറായി പോവല്ലോ. പക്ഷേ അവിടെ വീഴുന്ന പെണ്ണുങ്ങളെയും വീഴാത്ത പെണ്ണുങ്ങളെയും ലിസ്റ്റ് അടുത്ത കത്തനാർക്ക് കൊടുത്തിട്ട് ഇവന്മാർ പോകുന്നേ. ഇവന്മാരിൽ നിന്ന് തന്നെ ഞാൻ പിടിച്ചെടുത്ത രഹസ്യമായത്. ഇത് സത്യമാകും. ഇത് നിങ്ങളെ വീട്ടിൽ കയറ്റരുത്, സിനിമാ നടന്മാരെ വീട്ടിൽ കയറ്റരുത്. കാരണം 10,000 അല്ല, വീണ്ടും ദഹിക്കാൻ പോവുക 16,008. അതും പോരാ, 16,016 ദഹിക്കാൻ പോവുക. അന്നേരം ഏതവൻ്റെ വീട്ടിൽ കയറിയാൽ എങ്ങനെയാ സുന്നകതോ സെപ്പം നടക്കുമെന്ന് ആർക്കറിയാം? പെണ്ണല്ലേ, ആടുന്നവനിലും പാടുന്നവനിലും ഒക്കെ ഒരു ഭൂതി വരുമെന്നും കണ്ടാട്ട്. അയ്യേ, കൺഫ്യൂസ്ഡ് സൊസൈറ്റി. ക്രിസ്തുവിനെ കള, കൃഷ്ണനെ കള. നമ്മുടെ തന്തമാരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഗുരുവിനെയുടെ SNDP കയറി മഞ്ഞ പാക്കറ്റിലാക്കി പുള്ളിയെ നശിപ്പിച്ച് പുള്ളിയുടെ ശോഭയില്ലാതാക്കി. അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിനക്ക് പാടിത്തന്ന നീയല്ലോ സൃഷ്ടിജാലവും നീയല്ലോ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്നുള്ളതൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യം നിൻ്റെയൊക്കെ അണ്ണാക്കി കയറ്റിയേനെയും. അന്നേരം ദൈവം എന്തോ വാഴയ്ക്ക ചെയ്തു എന്നൊക്കെ മണ്ട് ചോദ്യം. എന്ത് ധൈര്യത്തോടാ എൻ്റെ കൊച്ചയെ നീ സമൂഹത്തോട് ചോദിച്ചത്? പാടില്ല. നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. നിർത്ത്. ഇത് മോൻ്റെ അപ്പനെക്കാട്ടി പ്രായമുള്ള ഒരു മനസ്സ് നിനക്കൊരാക്ഷേപവും തരാതെ ദൂരത്തിൽ നിന്ന് ഗുണദോഷിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. മോനെന്നെ വിളിച്ച് തെറി വിളിക്കണമെങ്കിൽ എൻ്റെ നമ്പർ 9447333494. ഞാൻ നിന്നെ കളിയാക്കിയിട്ടില്ല. നീ ലോകത്തെ കളിയാക്കി വശം ഒരു വഴിക്കാക്കാൻ പോകുന്നു എന്നുള്ള ഭയം കൊണ്ട് ഞാൻ മിണ്ടിപ്പോയതാ. അതുകൊണ്ട് ക്യാമറയും കൊണ്ട് പോകും. ക്യാമറയിൽ കണ്ടത് മാത്രം പകർത്ത്. നിനക്ക് ഉൾക്കണ്ണില്ല, ഉൾക്കണ്ണ് തുറന്നിട്ടില്ല. അതിനാശാൻ ബാല്യത്തിലെത്തണമായിരുന്നു ആത്മീയത പറഞ്ഞു തരാൻ. അതായി കുഴകുഴാന്നായത്. ഉൾക്കൊണ്ട് തുറന്നായിരുന്നെങ്കിൽ ഈ 2 കണ്ണുകൊണ്ട് ക്യാമറ കാണുന്ന പോലെ ഉൾക്കണ്ടുകൊണ്ട് നീ പ്രപഞ്ചത്തെ കണ്ടായിരുന്നെങ്കിൽ ഈശാവാസമിതം സർവം. തൂണിലും തുരുമ്പിലും ഞാനുണ്ട്, പാറയിലും മണലിലും ഞാനുണ്ട്, ജലഗണത്തിലും കൂണിലും ഞാനുണ്ട്. എന്തിനാ കട്ടുറുമ്പിൻ്റെ കുണ്ടിക്ക് ഞാനുണ്ട്. അവനില്ലാത്ത ഇടമില്ല മോനെ. അവൻ്റെ സ്തുതികളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നേ. അതുകൊണ്ട് നമുക്ക് പാടാം. നിൻ സ്തുതികൾ പാടും രാഗമന്ത്ര ധ്വനിയാൽ വനഭൂമിയാകവേ സ്വരഗംഗയായി. യൂട്യൂബിലുണ്ട് ഈ പാട്ട്. സമസംഗീതം ശാമുവൽക്കുള്ള നടിച്ചാൽ മോൻ ഈ പാട്ട് കിട്ടും. ഗസല. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ഓണം മോനെ, ഹാപ്പി ഓണം. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Be good. Try to be the best. Thank you. That's all.